അപ്പൊ സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ എണീറ്റു, ചായ കുടിക്കുന്നു, മുട്ട പപ്സ്. ഈ പപ്സ് ഇടുമ്പോ മുഖത്ത് കാണാതിരിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇവിടുത്തെ പപ്സ് എല്ലാം ഇങ്ങനെ മുറിച്ച് തിന്നാൻ എളുപ്പത്തിന് ആണ് ഇവിടുന്ന് പപ്സ് കൊടുക്കുന്നത്. മുറിച്ച് വെച്ചിട്ട് കുറച്ച് നേരമായോ? ആണോ? തണുത്തുപോയി. ഇന്നലെ വന്നപ്പോ നല്ല ക്രിസ്പി, ജ്യൂസി ആൻഡ് ടെൻഡർ ആയിരുന്നു. അമേസിംഗ് ആയിരുന്നു. മസ്റ്റ് ട്രൈ ആണ്. ഇവിടെ വന്ന് അത് ഇരിക്കുന്നുണ്ടോ? എന്ത് നീറ്റാന്ന് നോക്കി. കാണുമ്പോഴേ പിടിച്ചൊരു കടി കൊടുക്കാൻ തോന്നുന്നു. അണ്ണനെ കാണിക്കുന്നത്. അതെ, പുറയിലുള്ള അണ്ണനെ അണ്ണനെ കാണുമ്പോ ഒരു കടി കൊടുക്കാൻ തോന്നുന്നു. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാ ഇത് ഏലക്കൊക്കെ ഇട്ട് നല്ല കിടുക്കൻ ചായ. ചായ എന്ന് പറഞ്ഞാൽ ഇതാണ് ചായ. നല്ല സ്ട്രോങ് ടീ, ഷുഗർ കമ്മി, പിന്നെ ഏലക്ക ഇട്ട് അടിപൊളി ചായ. പാർത്തിട്ട് പേസി. അപ്പം ഇതാണ് നമ്മള് സ്റ്റേ ചെയ്ത ഈഡൻ ഗാർഡൻസ്. അതെ, അപ്പാർട്ട്മെന്റ്സ്. അതെ, നമ്മള് കറക്റ്റ് അതിന്റെ ആ ഇടയ്ക്ക് കാണാൻ പറ്റും. സൂക്ഷിച്ചു നോക്കണം. സൂക്ഷിച്ചു നോക്കി അവക്ക് മീശ കാണും. എനിക്ക് വിഷം വല്ലതും വേണോ? ഈ കളർ കുപ്പി കാണുമ്പോഴത്തേക്ക് അവന്റെ ഒരു വെപ്രാളം. അതെ, ബെന്നി കളർ കുപ്പി നിറച്ച കൺവിൻസ് ചെയ്യുന്ന എങ്ങനെ അറിയോ? മമ്മി ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന മമ്മി ജ്യൂസ് ഉണ്ടാക്കുമ്പോ ഈ കളറാണ്, അപ്പൊ എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഈ വിഷം മേടിച്ചു കുടിക്കുന്നത്. ഇന്നൊരു ടീ പോകും. നമ്മൾ ഒരു ടീം കൂടെ പറയാൻ പോവാണ്. ഇതൊക്കെ സത്യം പറഞ്ഞോളൂ, നാച്ചുറൽ സാധനങ്ങൾ. അതിനകത്ത് കസ്കസൊക്കെ ഇട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ജ്യൂസ് മേടിച്ച് കുടിച്ചപ്പോ ഇവന്മാർക്ക് ബുദ്ധിമുട്ട്. ഞാൻ ഒരു ജ്യൂസ് മേടിച്ചപ്പോ അതിന് ബുദ്ധിമുട്ട്. പിന്നെ നിന്റെ ജ്യൂസിന്റെ കളർ കാണും. എന്നിട്ട് നീയൊക്കെ പിന്നെ അണ്ണന്റെ അടുത്ത് ഞങ്ങള് ജിഗിർദന്ത കുടിച്ച നാച്ചുറൽ. ഞാൻ കുടിച്ച മാംഗോ ജ്യൂസ് നാച്ചുറൽ ആയിരുന്നു. കണ്ടാലും അറിയാം എന്തേ ഇതായിരുന്നു സാധനം. ഇതിന്റെ അകത്ത് ഇതായിരുന്നു ഇവൻ കുടിച്ച സാധനം. അതിന്റെ പല കളറുള്ള സാധനം. കണ്ടാലും മതി, ഛർദിക്കാൻ വരുന്നു കണ്ടിട്ട്. നീ കുടിച്ചില്ലല്ലോ. ഒന്ന് പോടാ, എനിക്കൊന്നും വേണ്ട. എനിക്ക് അതിനെ കണ്ടിട്ട് തന്നെ എനിക്ക് കുടിക്കാൻ തോന്നുന്നില്ല. അയ്യോ, നമ്മളവർക്ക് പ്രമോഷൻ കൊടുക്കല്ലേ? ഞാൻ പ്രമോഷൻ ഒന്നും അല്ലത്. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. വാവ് എന്നൊക്കെ പറഞ്ഞാൽ തിന്നും. അതാ പറയുന്നത്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. ഐ വാസ് ഇൻ എ ഷോക്ക് ആയിപ്പോയി. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ഓക്കെ, ബട്ട് ഡിന്നർ കോംപ്രമൈസ് ഇല്ല. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത്. ഞങ്ങൾ ഇന്നലെ പെട്ടെന്നൊരു തീരുമാനം എടുത്തു, ഡിന്നർ കഴിക്കുന്നില്ല. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, തിരിയുന്നു മറിയുന്നു. പിന്നെ അവസാനം എന്റെ 2 കൂട്ടുകാർ വണ്ടി എടുത്തു വരെ പോയി. കടകളൊന്നുമില്ല ഇവിടെ. 9-10 മണിയാകുമ്പോ കടകളെല്ലാം അടയ്ക്കാം. ഇവിടെ ഞങ്ങൾക്കൊരു ഇന്നലെ ഡിന്നർ കഴിച്ചില്ല. ഇന്നലെ ഒരു 1:30-2 മണിയൊക്കെ ആയപ്പം മുതുക്ക് വിശപ്പ്. ഞങ്ങള് വണ്ടി എടുത്ത് നേരെ വിട്ട്. ഇവിടെ നിന്ന് അണ്ണൻ പറഞ്ഞ അങ്ങോട്ടാ ടൗണെന്ന്. അങ്ങോട്ട് വിട്ട് ഒരു പട്ടിക്കുറുകം, ഒരു ലൈറ്റ് പോലും കാണുന്നില്ല. നമ്മളെ മറ്റേ ജംഗ്ഷൻ ഷോക്കായി പോയി. 3 മണിയാണ്ടായില്ലേ? 3 മണിയായി. ഞാൻ എടുക്കുന്ന അണ്ണനെയാണോ? നടുക്കാണോ ഞാൻ? സൈഡിലാണോ ഞാൻ? നടുക്കാക്കും, ഒബ്ജക്റ്റ് നടുക്കാക്കും. പിന്നെ ഞാൻ വീഡിയോഗ്രാഫി പഠിപ്പിക്കുകയാണ് ഗൈസ്. അപ്പൊ അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങൾ വീഡിയോയ്ക്ക് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളത് കുഴപ്പമില്ല, കണ്ടോ. അതെ, ഗവണിക്ക കൂടാതെ.
സൂപ്പർ ചായ, സൂപ്പർ ചായ. ഇത് സെക്കൻഡ് ടീ ആണിത്. ബെൻ നീ സാപ്പിട്. അവസാനം ഇവന്മാര് ഒരു ബണ്ണ് മറ്റേ ഷുഗറിൽ മുക്കി വെച്ചിട്ട് ഒരു സാധനം കൊണ്ടുവന്നു. അത് മാത്രമേ കിട്ടിയുള്ളൂ. വിശപ്പ് പറഞ്ഞ അത് തിന്ന് രാത്രി മൊത്തം നെഞ്ചിരിച്ചിലായിരുന്നു. രാത്രി നെഞ്ചിരിച്ചിട്ടുണ്ടല്ലോ. അയ്യോ ഞാൻ കൂടാണല്ലോ നീ ഞാൻ കൂടാണല്ലോ കിടന്ന്. അയ്യോ ഇല്ല കുഴപ്പമില്ല. അപ്പൊ പോയി വേസ്റ്റ് ബാസ്കറ്റ് വീഴണായിരുന്നു. ഇങ്ങനെ ഇവിടുന്ന് കറങ്ങി ഇങ്ങനെ പോയി വേസ്റ്റ് ബാസ്കറ്റ്. നീ കുടിക്കും. ഇതാ നമ്മ ചിക്കൻ പപ്സ് പുതിയത്. ചിക്കൻ പപ്സ് സവാളാണ്. മുട്ട പപ്സ് ആയിരുന്നു നല്ലതാണ്. നീ വീഡിയോ എടുത്തോണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. നീ എന്റെ പബ്ജിന്ന് എടുത്തോണ്ട് പോയത്. ഇവിടെ ഉണ്ടായിരുന്നോ? നീ മിഡിൽ പാർട്ട് കിട്ടിയില്ല. വീഡിയോ റിവൈൻഡ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ മിഡിൽ പാർട്ടായിരുന്നു. ഇവനാ ഇതല്ലടാ ചിക്കൻ പപ്സ്. ഇതല്ലേ ചിക്കൻ പപ്സ്. മഷ്റൂം അങ്ങനത്തെ പപ്സ് ഒക്കെ ഉണ്ട്. ഇതും ഉള്ളി പപ്സ്. ഇതുവരെ നമ്മുടെ ട്രിപ്പിനെ പറ്റിയുള്ള റിവ്യൂ. അമേസിങ് അമേസിങ്. വൺ വേർഡ്, പവർഫുൾ വേർഡ്. ഇവന്റെ കൂടെ കഴിക്കാൻ പോയാൽ ഇവൻ ഇന്ന് കഴിച്ചു തീർക്കണേ മിനിഞ്ഞാന്ന് തുടങ്ങണം. മനസ്സിലായോ? ഞങ്ങള് എവിടെ കഴിക്കാം? എന്ത് ഇപ്പം ബിരിയാണി ചിലപ്പോ ഇത്ര ഉണ്ടാവുള്ളൂ. ഞങ്ങള് കഴിച്ചു കയറുന്നിട്ട് ഇവൻ പറയും എടാ ഉച്ചി കഴിക്കടാ പറഞ്ഞിട്ട് ഇതിട്ട് കഴിയുമ്പോഴത്തേക്ക് ഐസ് പോലെ ഇരിക്കും ഇവന്റെ ബിരിയാണി. തണുത്തിട്ട് ഇരുന്നിരുന്ന് ഫുഡ് വന്നാൽ വിഴുങ്ങുക. പിന്നെ എങ്ങനെ ഇവന്മാരോട് പിടിച്ചു തരാൻ പറ്റും? അതെ, ഒരു മനസ്സിലാകുമ്പോ ചൂട് ഭക്ഷണം കിട്ടി കഴിയുമ്പോ നമുക്ക് കൈയിട്ട് അങ്ങനെ എടുത്ത് വിഴുങ്ങാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇവന്മാരൊക്കെ ഭക്ഷണം കാണാത്ത പിള്ളേരെ പോലെ ഒരു ബിരിയാണി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ എടുക്കും, അവൻ ഇന്നെ എടുക്കും. ഇത് കണ്ടിന്യൂവേഷൻ. താഴെയാണ് മിഷ്യൻ വർക്ക് ചെയ്ത പോലെയാണ് ഇവന്മാര്. ഞാൻ പറഞ്ഞുതരാം. ബെന്നിന്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ കഴിക്കണമെന്ന് വെച്ചാൽ ബിരിയാണി വരും, അത് ചൂടാറുന്നവര് നോക്കിയിരിക്കുക. എന്നിട്ട് നോക്കിയിരുന്ന ആ വെള്ളം കുടിച്ച് വയറിറങ്ങിയ എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും എടുത്ത് പ്ലേറ്റിലോട്ട് ഇടുക. പ്ലേറ്റിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ഐസ് ആവുന്ന തണുപ്പാകുമ്പോഴത്തേക്കും കുറച്ച് നിന്നിട്ട് അടുത്തിരിക്കുന്ന ആടാ ഇതും കൂടെ തിന്നടാ. അതാണ് നമ്മൾ, അങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. എന്നാൽ മാത്രമേ പിന്നെ പോലൊരു നല്ലൊരു ഫിസിക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചേരിച്ചെന്നെ എടുക്ക് യൂട്യൂബാ. എല്ലാവർക്കും തമിഴ്നാടിനെ പറ്റി പല അഭിപ്രായങ്ങളും. പക്ഷെ ഞാൻ എപ്പോ തമിഴ്നാട് വന്നിട്ടുണ്ടോ അതെ അപ്പൂസ് വരെ പറയുന്നത് അവർക്ക് ഭയങ്കര റോങ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇവിടെ വന്നിട്ട് അത് എവിടെ പോയാലും കാണും, ഒരു 100-ൽ 2 പേരെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലാണെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് എന്താ ആൾക്കാരൊക്കെ നല്ല സ്നേഹമുണ്ട്, നമ്മുടെ അടുത്ത് പെരുമാറുന്ന നല്ല രീതി. നമ്മൾ മലയാളികളാന്ന് പറഞ്ഞാൽ അറിഞ്ഞു കഴിയുമ്പോ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ അവർ നോക്കാം. 2 ദിവസമായി നമ്മൾ വന്നിട്ട് നമുക്ക് ആകെ ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന ആ റിസപ്ഷനിൽ ഇരുന്ന പുള്ളി ചിരിക്കത്തുമില്ല, പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ലാത്ത പുള്ളിയാണ്. അതിപ്പോ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം നമ്മുടെ കൂടെ വന്ന ഡ്രൈവർക്ക് പുള്ളി ചിരിച്ചിട്ടും പുള്ളിയെടുത്ത് ചിരിച്ചില്ല. അത് ചിലപ്പോ പുള്ളിയുടെ സ്വഭാവമായിരിക്കും, നമ്മുടെ അടുത്തെന്നുള്ള രീതിയിലല്ലായിരിക്കും. ബാക്കി എല്ലാരും ഹാപ്പിയാണ്. ആ പാൻ കടയിലുള്ള ചേച്ചിയാണെങ്കിലും ഇവിടെ മറ്റേ നമ്മുടെ എന്തായിരുന്നു ജിഗർദന്ത ദൂത് എന്ന ചേട്ടനാണല്ലോ. വന്നില്ലേ? ജിഗർദന്ത എന്ന ചേട്ടനാണല്ലോ. ഒക്കെ അണ്ണന ചേട്ടനല്ല അണ്ണൻ. പുള്ളി ഇല്ല, വന്നിട്ടില്ല. വന്നോ? മേലെ ഇന്ന് പോവും. അണ്ണന് ഭയങ്കര സ്നേഹം. അന്ന് നമുക്ക് അത് കഴിഞ്ഞ വ്ലോഗ് കണ്ടവർക്ക് മനസ്സിലാവും.
സ്നേഹമുള്ള മനുഷ്യരെ ഇവിടെ അതെ അതെ ആർക്കും അങ്ങനെ ഒരു ഇത് എന്താ പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്നവരെ കാണുമ്പോഴത്തേന് കലിപ്പ് അങ്ങനത്തെ നമ്മളെ ഇങ്ങനെ കാണിക്കണം അങ്ങനെ കാണിക്കണം. അതെ വന്നിറങ്ങി മലയാളികളാ അവന്മാരുടെ കാശുള്ളവന്മാരാ. നമുക്കല്ലേ അറിയത്തില്ല. അയ്യോ വേറൊരു സംഭവം ഉണ്ട്. എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയിട്ട് അവർ ആ ചെരുപ്പ് വേറൊരു സംഭവം ഉണ്ട്. എങ്ങനെ അവന്മാർ കൊണ്ടിക്കളഞ്ഞു. അതെ അതെ വേറൊരു സംഭവം ഉണ്ട്. ബെന്നിന് ബൂട്ട് ഇട്ടോണ്ടാണ് ബെന്ന് വന്നത്. അങ്ങനെ ഞങ്ങൾ ബെന്നിന് ചെരുപ്പ് മേടിക്കാനായിട്ട് ബെന്നു പറഞ്ഞു ഒരു ചെരുപ്പ് മേടിക്കണം. അവിടെ ആ കടയിൽ റൂമിൽ നിന്ന് കാണിച്ചു ആ കടയിൽ 100 രൂപയ്ക്ക് ചെരുപ്പ് കിട്ടും, നമുക്ക് അത് മേടിക്കാം, തൽക്കാലം അത് മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ബഹളം ഉണ്ടാക്കി. രാത്രി നടന്നു പോയി ആ 100 രൂപ നല്ലൊരെണ്ണം മേടിച്ച് ഒരു എന്നിട്ട് മേടിച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറയാം നിനക്ക് ചെരുപ്പ് വേണോ, നിനക്ക് ചെരുപ്പില്ലല്ലോ, നിന്റെ കാലൊക്കെ തണുക്കുന്നുണ്ടായിരിക്കോ, എടുത്തോ 200 രൂപ റെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് ആയിരുന്നു. ഭയങ്കര ബിസിനസ് മൈൻഡഡാ മാൻ. എന്നിട്ട് എന്താ ആ രാത്രിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുക. ആ വീഡിയോയില് കാണിക്കുന്നുണ്ടല്ലോ, ഷിഫ്റ്റ് ആവാണ്. സമയമുണ്ടോ? ആ ഷിഫ്റ്റ് ആവാണ്. പിന്നെ ഷിഫ്റ്റ് ആയി വരുന്ന വഴിക്ക് ഞങ്ങൾ ആ ഇന്നോവയ്ക്കകത്ത് ഉള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ബെന്നോട് പറഞ്ഞ ചെരുപ്പല്ലോ കിറ്റിൽ എടുത്തു വെക്കാം. ഇല്ല അത് നമുക്ക് വണ്ടിക്കകത്ത് സീനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് പിന്നെ വണ്ടിന്ന് സാധനമൊക്കെ ഇറക്കിപ്പെട്ട് അണ്ണന്റെ വണ്ടി വേറെ വണ്ടിയാ, ഈ ഇന്നോവ അല്ല വേറെ ഇന്നോവ. അങ്ങനെ അണ്ണന്റെ വണ്ടി വന്ന് ഇവിടെ നിന്ന് വന്ന് പെട്ടിയൊക്കെ കയറ്റി റൂമിൽ വെച്ച് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നീ ബൂട്ട് ഇട്ടെ, എനിക്ക് ബൂട്ട് ഊരിയിട്ട് എന്റെ ചെരുപ്പ് ഇടട്ടെ. ചെരുപ്പ് കാണുന്നു തപ്പോ അവിടെ ഒക്കെ അരിച്ചു പെറുക്കി. ചിലപ്പോ ലാപ്ടോപ്പ് ബാഗിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ലാപ്ടോപ്പ് ബാഗ് തുറന്നു നോക്കുക, ലാപ്പിന്റെ കൂടെ ഉണ്ടോ എന്നൊക്കെ തുറന്നു നോക്കി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മിണ്ടുന്നില്ല. കുറച്ചു നേരം ഞാൻ ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണ്. കുറച്ച് കഴിയുമ്പോ ഫോൺ എടുത്ത് വയ്യ അധ്വാനം വിളിച്ചിട്ട് എടാ ആ അണ്ണന്റെ നമ്പർ ഉണ്ടോ, അണ്ണനെ ഒന്ന് വിളിച്ചിട്ടേ അണ്ണന്റെ ഇന്നോവക്കകത്ത് എന്റെ ചെരുപ്പ് കിടപ്പുണ്ടോ നോക്കി. ഏത് 100 രൂപയുടെ ചെരുപ്പ് അണ്ണൻ മറച്ചു വെക്കാനുള്ള അണ്ണൻ അങ്ങാണ്ട് എത്തി. അണ്ണൻ എവിടെ കോയമ്പത്തൂരോ? പുള്ളി കോയമ്പത്തൂരോ, പുള്ളിയുടെ ബാച്ചിലേഴ്സ് പാർട്ടിയെ കണ്ടിട്ടായിരുന്നു. അതിന് പുള്ളി കോയമ്പത്തൂർ ആ ചെരുപ്പുമായിട്ട് പോയി. ആ ചെരുപ്പ് അങ്ങനെ അങ്ങ് പോയി. ആ ചെരുപ്പിന്റെ കഥയും കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇന്ന് തിരിച്ചു വരുമ്പോ ആ ചെരുപ്പ് വീണ്ടും മേടിക്കും. അതെ 100 രൂപ ആയതുകൊണ്ട് ഇവന്റെ ഭാഗ്യം. അങ്ങനെ ഗൈസ് ഇനി ബാക്കി വിശേഷം. നമുക്കിപ്പം അവിടെ എത്തണം. എന്നാ ഒരു മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ നിന്റെ വാച്ച് ഓടുന്നില്ലേ? ചത്ത് നിന്റെ വാച്ച് ചത്ത്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ഇതിന്റെ എതിരാളികളുടെ സമയമാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഓഡിയൻസ് കിട്ട ഏതാവത് பேசு எந்த ஆடியன்ஸ் கிட்ட? என்னோட ஆடியன்ஸ் கிட்ட. உங்களோட ஆடியன்ஸ் கிட்ட நமஸ்தே. நன்றி வணக்கம். வணக்கம் வணக்கம் வணக்கம். எதுக்குப்பா போட்டோ ആദ്യമേ ആരാന്ന് പറഞ്ഞോടി. ഇത് നമ്മുടെ അണ്ണൻ ഇവിടെ എല്ലാം സെറ്റ് ആക്കി തരുന്ന അണ്ണനാണ് നമ്മുടെ. ஆமா நம்மளோட கைடு ஆமா ஆமா ஊர் நல்லா சுத்தி காட்டுது. അതെ 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 ഇവിടുത്തെ പരിപാടികളൊക്കെ അറിയാവുന്ന അണ്ണനാണ്. ഇവിടുന്ന് റൈറ്റാ லெஃப்ட் வந்தாச்சு. நம்ம பணி முடிஞ்சாச்சு. இன்னைக்கത്തെ പണി முடிஞ்சாச்சு. நல்லா சாப்பிட்டாச்சு. ஆமா ഉച്ചക്ക് என்ன சாப்பிட்டேன்? ഉച്ചക്ക് என்ன சாப்பிட்டேன்? ഉച്ചക്ക് என்ன പറയുന്നത്? இங்க இருந்து மத்தியானம் என்ன சாப்பிட்டேன்? இப்ப என்ன வச்சு கலாய்க்கிறா? சொல்லு. நான் தான் சொல்றேன்ல பேசாம. ஐயா என்னால முடியலையா. சொல்லு என்ன சாப்பிட்டேன்? சாயந்தியானம் மத்தியானம் என்ன சாப்பிட்டேன்? லஞ்ச் என்ன சாப்பிட்டேன்னு ஒரே வார்த்தையில சரியா? கொஞ்சம் படிப்பறி இருக்கு. லஞ்ச் என்ன சாப்பிட்டேன்? ஐயா நான் ஒன்னும் படிக்கலைங்கயா. நான் ஏதோ തർക്കുരിങ്ങയാ. ഭയങ്കര ഉടായിപ്പാടാ. ക്യാമറ ഓൺ ആയി കഴിയുമ്പോ ഭയങ്കര ഉടായിപ്പാ. ഇത്ര നേരം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നേ. ഞാൻ വെച്ച് നൈസായിട്ട് അവിടെ നിന്ന് എടുക്കുന്നുണ്ടാവുന്നു. അല്ല ഈ മൈക്ക് ഓൺ ആണെന്ന് പറഞ്ഞു. മൈക്ക് ഓൺ ആണ്, കണക്ട് ആണ്. മൈക്ക് ഓൺ ആണ്. മറ്റേ മല കാണിച്ചു. ഇവിടെ അല്ലായിരുന്നോ കൊടൈക്കനാല്? എവിടെയാണെന്നോ தாண்டிக்குடி போற வழி. கொடைக்கானல் அங்க இருந்து போகலாம். பட் வழி இருக்கா என்னன்னு தெரியாது.
வழி கிடையாது கொடைக்கானலுக்கு. வழியில்ல, நடந்து போற மாதிரி தான். அந்த வழிதான் ചെറിയ റോഡ്. അങ്ങോട്ട് കൊടൈക്കനാൽ പോകാൻ ഇവിടുന്ന് ചെറിയ റോഡായിരിക്കും. അത് താണ്ടി കൂടി ഒരു பெரிய മുനിസിപ്പാലിറ്റി மாதிரி. അന്തമലൈ മലയുടെ മേളിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ലേ? മലയുടെ മേൾക്ക് റോഡ് ഇരിക്കാ. ரோட்ல தான் போகணும். இந்த ரோடா? இதே ரோடு தான். போயிட்டு வரணும்னா போயிட்டு வரலாம். ஒன்றும் நோ ப்ராப்ளம். എത്ര ടൈം എടുക്കും? ஒரு 2.5 hours. நாளைக்கு காலையில வருவோம்ல, பாப்போம். ഓക്കെ ഓക്കെ. வாங்க, ரிசார்ட் இருக்கு അങ്ങയാ? അവിടെ റിസോർട്ട് ഒക്കെ ഉണ്ട്. അവിടെ ഇവിടെ റിസോർട്ട് മലക്ക് അപ്പുറം. நாளைக்கு அப்புறம் ഓക്കെ. நடுவுல பள்ளத்தாக்கு மாதிரி இருக்குல்ல. இப்ப இந்த பனி வந்துச்சுல கணேஷ், மொதல் 3 years அங்கதான் பனி எடுத்தது. ഓക്കെ ഓക്കെ. ഇതാണ് ഗൈസ് തമിഴ്നാട്ടിലെ ചെറിയൊരു ഹെയർപിൻ പോലെ. ഫോറസ്റ്റ് ആയത്. നമ്മളിപ്പം ഇങ്ങ എത്തി. ഇവിടെ എവിടാന്ന് കാണിക്കണ്ട, അതൊക്കെ പിന്നെ കാണിക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് കട്ടാക്കാണ്, ബാക്കി നമുക്ക് പിന്നെ കാണിക്കാം. നമ്മളിപ്പോ നിക്കുന്നത് പുലികളൊക്കെ ഇറങ്ങുന്ന ഒരു കാട്ടിലാണ്. കൊടുങ്കാട്. ഇന്നലെ ബെന്ന് പുലിനെ കണ്ടെന്നാ പറഞ്ഞേ അല്ലേ? പിന്നെ ഞാൻ പുലി കുത്തുകയും ചെയ്യും. വൃത്തികെട്ടവനെ. ബെന്നിന്റെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ സൺറൈസിന് വരെ സൺസെറ്റ് കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. സർപ്രൈസ് സൺസെറ്റ് കേട്ടോ. ഹാപ്പി അല്ലേ? ഇത് ഈ ഒരു മൂഡ്. അതിലൊക്കെ വേറെ മലകളാ. ഇത് മറ്റേ നമ്മള് വരയ്ക്കത്തില്ലേ, എല്ലാമേ ഇറந்து ഭയങ്കരமான മല, കുന്ന്, കാട്, പുളി, வழி எல்லாமே இருக்கு. அல்ல வழி வந்து இந்த மாதிரி அண்ணன்மாரு வழிதான் அவன் சொன்ன வழின்னு. இது தடை செய்யப்பட்ட பகுதி தான். തടസ്സി മീൻസ് തടവ് ചെയ്ത റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഇത്. ഇവിടെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഇതിനി ഒരു കണ്ടു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യിപ്പിക്കും. അതെ, ചിലപ്പോ പുലിയൊക്കെ ചാടി പെട്ടെന്ന് ഒന്ന് കഴുത്തിന് പിടിച്ച പുലി ഇരിക്കാങ്ക ഇരിക്കാ. ഇല്ലേ ഇറുക്കുന്ന്. വാടാ ആ ബാത്റൂമല്ലേ, വട കാണും. അതൊക്കെ കുഞ്ഞി കരടി പോകുന്നുണ്ടോ? എവിടെ ഒരു കരടി നിൽക്കുന്നുണ്ടോ കൂട്ടുകാരെ? കുഞ്ഞി കരടി കണ്ടോ? കരടി മാനാണോടാ അത്? ബ്ലാക്ക് പുള്ളിമാൻ. ഊസി ഇരിക്കും. കൂസിയാ? ഊസി. എസ്ബെൻഡ് നമ്മളിപ്പോ കേറി വന്നില്ലേ, അതുപോലത്തെ ഹെയർ പിന്നൊക്കെ പോലെ. അപ്പൊ ഗൈസ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ബിസി ആയിട്ട്. കമോൺ ലെറ്റ്സ് ഗോ. എങ്ങനെയുണ്ടായിരുന്നു ബെന്നെ ഇന്നത്തെ ദിവസം? എക്സോസ്റ്റഡ്. കാരണം കൂടെ പറ ബൈ. ഇന്ന് ഞങ്ങൾ കൊറേ ലോങ് ഡ്രൈവ് ചെയ്തു അല്ലേ? ക്ഷീണിച്ചു. അപ്പൊ ഗൈസ് നമുക്ക് 6 പേര് കേറാൻ പറ്റുന്ന ലിഫ്റ്റിലോട്ട് നമ്മൾ കേറുക. ഞങ്ങള് 3 പേര് കേറുമ്പോ നിറയും. ഞാൻ കാരണല്ല കേട്ടോ, ഇവനാ. ഇവ ഓവർവീറ്റാ സത്യം. എന്റെ പൊക്കത്തിന് ഇത്ര വെയിറ്റ് പാടില്ല. ലൈറ്റ് ഇടാം, ലൈറ്റ് ഒക്കെ സെറ്റപ്പ് ഒക്കെ ഉള്ള. ഇങ്ങോട്ട് കേറി. അത് സീനില്ല, നമ്മളെ ഓഡിയൻസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. വൈഡിലിട്ട കാണും. വൈഡിലിട്ട പിന്നെ തിരിച്ചാക്കാൻ പറ്റുമോ? നമ്മളെ എത്തിയ അതേ സാധനം കണ്ടോ? നമ്മുടെ സ്ഥലം കണ്ടോ? ടർഫ് കൊണ്ട് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഒരു മിനി ടർഫ് ഉണ്ട്. രാവിലെ ഫുട്ബോൾ കളിക്കുന്ന ബെന്നിന്റെ എക്സസൈസ്. ഇന്നൊക്കെ തണ്ണി കിടക്കല. ആമാ, തണ്ണി മേടിക്കണം. വെള്ളം മേടിക്കണം. അണ്ണം പാക്കല. വാങ്ങോ പിടിച്ചോ. കമോൺ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തിയിരിക്കുന്നു.
ഗൈസ് നമ്മള് ഇന്ന് കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ട് വ്ലോഗ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ പോരാത്തിന് ഫോണിൽ സ്റ്റോറേജും ചാർജും കുറവായിരുന്നു. ഇത് ആയിരുന്നു, ഇത് എല്ലാവർക്കും പറ്റുന്നത്. ചാർജ് ഇല്ലാത്ത ദാരിദ്ര്യമാണ്, സ്റ്റോറേജ് ഇല്ലാത്ത ദാരിദ്ര്യമാണ്. അത് നമ്മൾ സെറ്റാക്കാം. അപ്പം ഗൈസ് ഈ വീഡിയോ കണ്ട് തീർത്തതിൽ വളരെ സന്തോഷം. ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ചെറുതാ. ഈ വീഡിയോ ചെറുതൊന്നുമല്ല, കട്ട് ചെയ്ത് കയറ്റുമ്പോൾ കുറെ ഉണ്ട്. മറ്റേ വീഡിയോ ഒക്കെ വെച്ച് മറ്റേ 40 മിനിറ്റ് ഒക്കെ അല്ലായിരുന്നു ഇത്? അത് പിന്നെ അത് ചെറുതാ, കാരണം അത് അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര 12 മണിക്കൂർ എടുത്തു. 45 വീഡിയോ ഇവിടെ വന്നിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് എത്ര മണിക്കൂർ? 12 മണിക്കൂർ എടുത്തു. മൊബൈലിലെത്തിയാ വൈഫൈ ആയിരുന്നു കുറച്ചുകൂടെ സ്പീഡായേനെ. അപ്പം നമ്മളിപ്പം ഈ വീഡിയോ നിങ്ങൾ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ പറയുന്നത് കേൾക്കൂല. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടോ അതൊക്കെ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ അമർത്താൻ മറക്കണ്ട. അപ്പൊ ഗൈസ്, താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് സീ ഓൺ അനദർ വ്ലോഗ്.